ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. ഇത് അബ്രാഹാമിന് കൊടുത്ത വാഗ്ദാനത്തോട് സാമ്യമുള്ള ഒന്നാണ്. അതെ, ഒരു ദാസിയായിട്ടും ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ അവൾക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ജനിക്കാൻ പോകുന്ന മകനെക്കുറിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവന് ഇഷ്മായേൽ എന്ന് പേരിടണം. എന്തൊരർത്ഥവത്തായ പേരാണത്! ദൈവം കേൾക്കുന്നു. അവളുടെ ആ നിലവിളി, അവളുടെ ആ വേദന, ആരും കേട്ടില്ലെന്ന് അവൾ കരുതിയ ആ പ്രാർത്ഥനകൾ ദൈവം കേട്ടു. അതിന്റെ ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ് ആ പേര്. അതേസമയം തന്നെ ഇസ്മായേലിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള വിവരണവും ദൂതൻ നൽകുന്നുണ്ട്. അവൻ കാട്ടാളനെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. ഇത് പിന്നീട് നമ്മളെ ചരിത്രത്തിലൊക്കെ കാണുന്ന അറബ് ഇസ്രായേൽ സംഘർഷങ്ങളുടെ ഒരു സൂചനയായിട്ടൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അതെ, അതായത് മാനുഷികമായ തീരുമാനങ്ങൾക്കും പ്രവൃത്തികൾക്കും ദീർഘകാല പ്രത്യാഘാതങ്ങളുണ്ടാവാം എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്.